ഹായ് വെൽക്കം ടു ഇംഗ്ലീഷ് ബിബ്ലിയോത്തേക്ക. ഐ എം സുജിത ശിവദാസ്. ഇന്നത്തെ നമ്മുടെ വർക്ക് എന്ന് പറയുന്നത് ടെമ്പററി പീപ്പിൾ. ദീപക് ഉണ്ണികൃഷ്ണൻ എഴുതിയ ടെമ്പററി പീപ്പിൾ. ദീപക് ഉണ്ണികൃഷ്ണൻ ഇറ്റ്സ് എ റൈറ്റർ ഫ്രം അബുദാബി. പ്രവാസികളെയൊക്കെ പറ്റി എഴുതുന്ന ആളാണ്. ഇദ്ദേഹത്തിൻ്റെ ഫേസ്റ്റ് ബുക്കാണ് ടെമ്പററി പീപ്പിൾ. അതുപോലെ അദ്ദേഹം ഒരു ഡയസ്പോറിക് റൈറ്ററാണെന്ന് പറയാം. നമുക്ക് ഡയസ്പോറിക് റൈറ്റർ എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു രാജ്യത്ത് ജനിച്ച് വേറൊരു രാജ്യത്തേക്ക് മൈഗ്രേറ്റ് ചെയ്ത് പോയി അവിടെ ഒന്നുമില്ലെങ്കിൽ ജോലിക്കോ അങ്ങനെ എന്തെങ്കിലും ആയി തൻ്റെ ഒറിജിനൽ ആ ഒരു നേറ്റീവിൽ നിന്ന് പോകേണ്ടി വരുന്ന അവരെ പറ്റി എഴുതുന്ന അവരുടെ ആ ഒരു അനുഭവങ്ങളെ പറ്റി എഴുതുന്നവരെയാണ് ഡയസ്പോറിക് റൈറ്റർ എന്ന് പറയാം. ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു വർക്കിലും നമുക്കതാ കാണാൻ കഴിയുന്നത്. ഈ കൂടുതലായിട്ട് ഗൾഫ് കൺട്രീസിലൊക്കെ പോയി ജോലി ചെയ്യുന്ന ആൾക്കാരെ പറ്റിയിട്ടാണ് ഈ ഒരു ബുക്കിൽ എഴുതിയിട്ടുള്ളത്. ഈ ടെമ്പററി പീപ്പിളിൻ്റെ ആ ഒരു കവർ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും എന്താ കാണുന്നത്. കുറേ ആൾക്കാരെ കാണുന്നുണ്ട് അതിൽ. സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും. കുറേ ഗ്രില്ല് പോലെ അതിനുള്ളിൽ കുറേ ആൾക്കാർ. ഇത് എന്താണ് ഇത് സിംബലൈസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസ്ട്രക്ഷൻ വർക്കേഴ്സാണ്. ഐഡിയൽ വർക്കേഴ്സ് എന്നൊക്കെ പറയില്ലേ, ഗസ്റ്റ് വർക്കേഴ്സ്. ഗൾഫിൽ നമ്മൾ പോയി നമ്മുടെ നാട്ടിൽ നിന്ന് കുറേ പേര് പോയിട്ട് ജോലി ചെയ്യുന്നുണ്ട്. എന്ത് ജോലിയാണ് കൂടുതലായിട്ട് ചെയ്യുന്നുണ്ടാവുക? കൺസ്ട്രക്ഷൻ വർക്ക് തന്നെ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അവരുടെ ജീവിതത്തിനെ പറ്റി കാണിക്കുന്ന തുറന്നു കാട്ടുന്ന ഒരു ബുക്കാണ് ടെമ്പററി പീപ്പിൾ എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു ടൈറ്റിൽ ടെമ്പററി പീപ്പിൾ. ടെമ്പററി, ഇറ്റ് ഈസ് നോട്ട് പെർമനൻറ്റ്. എപ്പോഴും ടെമ്പററിയാണ്. ഓൾവേസ് ദേ ആർ ടെമ്പററി. അബൌട്ട് ദെയർ അക്കോർഡിംഗ് ടു ദെയർ സോൾസ് ഓഫ് ഐഡൻറ്റിറ്റി. അവർക്കൊരു ഐഡൻറ്റിറ്റി ഇല്ല. അവർ ഇന്ത്യൻ ആണെന്ന് പറയാം, അല്ലെങ്കിൽ കേരളൈറ്റ് ആണെന്ന് പറയാം, ഏതെങ്കിലും മീൻസ് തമിഴ്നാട്ടുകാരനാണെന്ന് പറയാം, ഏത് രാജ്യക്കാരനാണെങ്കിലും അവർക്ക് അവരുടേതായ ഐഡൻറ്റിറ്റി ഇല്ല. അവർ നാട്ടിലേക്ക് എപ്പോഴെങ്കിലും വരുന്നു. അതേപോലെ തന്നെ ഗൾഫിലാണെങ്കിൽ ഗൾഫിൽ സെക്കൻഡ് സിറ്റിസൺ, അല്ലെങ്കിൽ അവിടെ ഒരു ജോലിക്ക് വേണ്ടി പോയ ഒരു ടെമ്പററി മാനാണ്. ഇതേപോലെ തന്നെ നാട്ടിലേക്ക് വരുമ്പോൾ എന്താണ്, നാട്ടിലേക്ക് എപ്പോഴെങ്കിലും വരുന്ന ആൾക്കാർ, എവിടെയും അവർക്കൊരു സ്ഥിരത ഇല്ല. അപ്പോൾ അതിനെയാണ് ഇവിടെ കാണിക്കുന്ന ടെമ്പററിനെസ്. അത് റിലേഷൻഷിപ്പിലാണെങ്കിലും ശരി, അതുപോലെ അവരുടെ ജോലിയിലാണെങ്കിലും ശരി, എവിടെയും ഏതൊരു രീതിയിലും അവർക്കൊരു പെർമനൻസ് അവർക്ക് ഫീൽ ചെയ്യുന്നില്ല. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റിലാണ് ടെമ്പററി പീപ്പിൾ എന്നുള്ള ടൈറ്റിൽ. നോവലൊന്നുമല്ല, പക്ഷേ ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് സ്റ്റോറീസ് എന്ന് പറയാം. അതും ഇൻ്റർ കണക്റ്റഡ് ആയിട്ടുള്ള സ്റ്റോറീസാണ്. 28 സ്റ്റോറീസ് ഉണ്ട് ഇതിൽ. ആ 28 സ്റ്റോറീസാണ് ഇതിൻ്റെ ഉള്ളിലുള്ള ഉള്ളടക്കം. ഇതിൻ്റെ ഉള്ളിൽ എന്താണോ ഉള്ളത് എന്നുള്ളത് ആ 28 സ്റ്റോറീസിലൂടെ പോയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ ഇതിൽ കാണാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ് കാഫ്കസ്ക്യൂ എന്ന് പറയുമ്പോൾ, കാഫ്ക എന്ന് പറയുന്നത് നമുക്ക് വിശ്വസിക്കാനാകാത്ത, അല്ലെങ്കിൽ ഒന്ന് കിടന്നുറങ്ങുന്ന സമയത്ത് നമ്മൾ വേറെന്തോ ആയി മാറുക, വേറെ ഏതോ രൂപത്തിൽ നമ്മൾ ആയി മാറുക, എന്നിട്ട് ആ ഉറങ്ങി നീക്കുന്ന സമയത്ത് ആ ഒരു രൂപം മാറി നമ്മൾ യഥാർത്ഥ രൂപത്തിലേക്ക് വരിക. അപ്പോൾ ഇതൊക്കെ ഒരു സ്വപ്നമായി മാറുക. അതേപോലെയുള്ള ഫുൾ ഇമാജിനേഷൻ മാത്രമല്ല, ഒരു ഹൊറർ കൈൻഡ് ഓഫ്, നമുക്ക് പേടിപ്പെടുന്നതല്ലേ നമ്മുടെ രൂപം മാറുക, നമ്മളൊരു ആമയായി മാറുക. നമുക്കത് നല്ല സുഖമുള്ള പരിപാടിയാണോ? അല്ലല്ലോ, ആ ഒരു ഫീലിംഗ് അല്ലല്ലോ. അപ്പോൾ അതേപോലെയുള്ള സംഭവമാണ് ഈ കാഫ്കസ്ക്യൂ എന്ന് പറയുന്നത്. ഇവിടെ കോക്രോച്ചസിനെയാണ് കാണിക്കുന്നത്. കോക്രോച്ചസ് എന്ത് ചെയ്യാണ്, ദേ ആർ ഡിഫെൻഡിങ് ദ പെസ്റ്റിസൈഡ്, അല്ലെങ്കിൽ അവരെ ഉന്മൂലനം ചെയ്യാൻ വരുന്ന അതിനെ എന്ത് ചെയ്യുക, ഡിഫെൻഡ് ചെയ്യുക, അല്ലെങ്കിൽ അതിന് റെസിസ്റ്റ് ചെയ്യുന്ന ആ ഒരു ഇമേജാണ് ഈ കാഫ്കസ്ക്യൂ എന്നുള്ളത് കൊടുക്കുന്നത്. കാഫ്കസ്ക്യൂ മാത്രമല്ല, ഒരു ഹൊറർ, അതുപോലെ തന്നെ അങ്ങനത്തെയൊക്കെ കാര്യങ്ങളാണ്, ഇമാജിനേഷൻ, ഇങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ ഇദ്ദേഹം ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ ലാംഗ്വേജ് നമുക്കറിയാം. ദീപക് ഉണ്ണികൃഷ്ണൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു മലയാളി ആളല്ലേ. അപ്പോൾ കൂടുതൽ മലയാളം വേർഡ്സ് ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. മലയാളം വേർഡ്സ് കൊണ്ടുവന്നിട്ടുള്ളത് തന്നെ നമുക്കതൊക്കെ വായിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു സുഖം വരും. ഇതെൻ്റെ മീൻസ് കംപ്ലീറ്റ് ഇംഗ്ലീഷ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇടയ്ക്കിടയ്ക്ക് കുറേ മലയാളം വേർഡ്സുകൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ കുറേ വേർഡ്സ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു മിക്സിങ് ഓഫ് ലാംഗ്വേജ് സാധാരണ ഒരു നമ്മളെ പോലുള്ള ആൾക്കാർക്ക് വായിക്കുമ്പോൾ കൂടുതൽ ഒരു റിലേറ്റ് ചെയ്യാനും അറ്റാച്ച്മെൻറ്റും തോന്നുന്ന തരത്തിലുള്ള ലാംഗ്വേജാണ് ഇദ്ദേഹം ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അതുപോലെ ഇതിൽ കാണുന്ന മറ്റൊരു ഇമേജാണ് ഒരു വുമൻ്റെ, നേഴ്സ് ഹു ഈസ് സ്റ്റിച്ചിങ് ടുഗെദർ ദ ബോഡീസ് ഓഫ് ലേബറേഴ്സ്. കുറേ ആൾക്കാരുടെ ബോഡി സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്ന ഈ കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് ഉണ്ടല്ലോ, അവരുടെ ബോഡി തന്നെയാണ് സ്റ്റിച്ച് ചെയ്യണത്. ഇവരൊക്കെ ഒരു വട്ടം ജോലിക്ക് കയറി കഴിഞ്ഞാൽ ആ ഒരു കോൺട്രാക്റ്റ് കഴിയുന്നത് വരെ അവർക്ക് ആ ജോലി ചെയ്യാൻ പറ്റും. അതിന് ശേഷം എന്ത് ചെയ്യാൻ പറ്റില്ല, അവരുടെ ബോഡി കൊണ്ട് അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയാണ്. ആ ഒരു കോൺട്രാക്റ്റ് മാത്രമാണ് അവർക്ക് അവിടെ ഉള്ള ആ ഒരു നിലനിൽപ്പ് എന്ന് പറയുന്നത്. അതിന് ശേഷം അവരെന്ത് ചെയ്യും, അവർ ഒന്നുമില്ലെങ്കിൽ അവരുടെ ബോഡി വീക്കായി മാറും. നിങ്ങൾ ഈ ലോഹം എന്നുള്ള സിനിമ കണ്ടിട്ടുണ്ടോ? ലോഹത്തിലാണെന്ന് തോന്നുന്നു. ഒരു കൺസ്ട്രക്ഷൻ വർക്കർ എന്ത് ചെയ്യും, മേലേന്ന് താഴത്തേക്ക് വീഴും. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ബോഡിയുടെ ഉള്ളിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഗോൾഡ് വെച്ചിട്ട് വരുന്നുണ്ട്. ഏത് സിനിമയെന്ന് എനിക്ക് ഓർമ്മ വരുന്നില്ല. മീൻസ് അതൊക്കെ ഒരു റിയാലിറ്റിയാണ്, ഡാർക്ക് റിയാലിറ്റി എന്നൊക്കെ പറയുന്ന പോലെ ഒരു റിയാലിറ്റിയാണ്. അപ്പോൾ അതെല്ലാം ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇദ്ദേഹം ഇവിടെ എഴുതിയിട്ടുള്ളത്. ആ ഒരു കൺസ്ട്രക്ഷൻ വർക്കിൻ്റെ ആ ഒരു വർക്കറുടെ ലൈഫ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ
ഇവരുണ്ടല്ലോ, ആര് നമ്മുടെ കൂലിപ്പണിക്കാർ, ഡെയിലി കിട്ടുന്ന ആ ഒരു ഇതും കൊണ്ടാണ് അവർ ജീവിക്കുന്നത്. അവരുടെ ഒരു പെർട്ടിക്കുലർ ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെ ആരും ജോലിക്ക് വിളിക്കില്ല, കാരണം അവർ വീക്കായി. അതേപോലെയാണ് ഇവിടെ. പക്ഷേ ഇവിടെ അത്രയും കാലം പോലും അവർക്ക് കിട്ടുന്നില്ല. കാരണം ഇവിടെ ഒരു കോൺട്രാക്റ്റ് എന്ന് പറയുമ്പോൾ 1 വർഷമോ 2 വർഷമോ നീണ്ടു നിൽക്കുന്ന കോൺട്രാക്റ്റ് ആയിരിക്കും. വലിയ വലിയ ബിൽഡിംഗ് ആയിരിക്കാം. അത് ഏറ്റവും ഹൈറ്റ് വരെ എത്തുന്നത് വരെ അവർക്ക് ജോലി ചെയ്യേണ്ടി വരും. അപ്പോൾ ആ ഒരു കോൺട്രാക്റ്റ് പൈസ, ആ കോൺട്രാക്റ്റ് കഴിയുന്നത് വരെ മാത്രമേ അവർക്ക് അവിടെ ആ ജോലി സാധ്യത ഉള്ളൂ. അതാണ് അവരുടെ ഫസ്റ്റ് ടെമ്പററി എന്ന് പറയുന്ന ആ ഒരു മീനിങ്. ആ ഒരു ടെമ്പററി ജോബിലുള്ള ടെമ്പററി. അതിനുശേഷം അവരെന്ത് ചെയ്യാണ്? അവർ വൈപ്പ് ഔട്ട് ചെയ്യണം. ഒന്നുമില്ലെങ്കിൽ ഇങ്ങോട്ട് തിരിച്ചു വരേണ്ടി വരും, അല്ലെങ്കിൽ അവിടെ തന്നെ വേറെ എന്തെങ്കിലും ചെറിയ ജോലികൾ ചെയ്ത് ജീവിക്കേണ്ടി വരും. ആ ഒരു സമയത്ത് അവരുടെ കയ്യിലുള്ള അസെറ്റ് എന്ന് പറയുന്നത് അവരുടെ ബോഡിയാണ്. ആ ബോഡി അടക്കം അവർക്ക് നഷ്ടപ്പെട്ടു പോവുകയാണെന്നാണ് പറയുന്നത്. ഇവരെന്ത് വിചാരിച്ചിട്ട് അവിടുന്ന് അങ്ങോട്ട് പോകുന്നത്? നല്ലൊരു ലക്ഷൂറിയസ് ലൈഫ് ബിൽഡ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇവിടുന്ന്, അത്രയും സ്വപ്നങ്ങൾ കൊണ്ടാണ് ഇവിടുന്ന് കയറി പോകുന്നത്. പക്ഷേ അതൊന്നും അവർക്ക് നേടിയെടുക്കാൻ കഴിയുന്നില്ല. ആക്ച്വലി ഇതൊന്നും നേടിയെടുക്കാൻ കഴിയുന്നില്ല എന്നാണ് പറയുന്നത്. പിന്നെ ഇതിൽ കാണുന്ന മറ്റൊരു തീം അല്ലെങ്കിൽ മറ്റൊരു ഇമേജ് ഫ്രെയിൽറ്റി ഓഫ് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ സ്കാറ്റേർഡ് റിലേഷൻഷിപ്പ്. ഫ്രെയിൽറ്റി ഓഫ് റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ ഒരിക്കലും ഇവരുടെ റിലേഷൻഷിപ്പ് അവിടെയും ഒരു പെർമനൻസ് ഇവർക്ക് കിട്ടുന്നില്ല. ഇവരുടെ ഫാമിലി ആയിക്കോട്ടെ, അതുപോലെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, ഇവരാരുമായിട്ടും ഇവർക്ക് എന്തില്ല, ഒരു റിലേഷൻഷിപ്പ് ഇവർക്ക് ബിൽഡ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം അത്രയും മാത്രം അറ്റാച്ച്മെൻറ്റ് അവർക്കായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാനുള്ള ടൈം അവർക്ക് കിട്ടുന്നില്ല. അപ്പോൾ ഗൾഫിലായിക്കോട്ടെ, ഗൾഫിൽ അവർ ആ ഒരു നിൽക്കുന്ന സ്ഥലത്താണെങ്കിലും അവിടെയുള്ള ആൾക്കാരായിട്ടും ആ പറയുന്ന പോലത്തെ ഉള്ളൊരു റിലേഷൻഷിപ്പ് അവർക്ക് നിലനിർത്താൻ പറ്റുന്നില്ല. ഇതിൽ പ്രത്യേകിച്ച് എടുത്ത് കാണിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അവരുടെ സ്ട്രെസ് റിലീഫിന് വേണ്ടി അവർ ചെയ്യുന്ന കാര്യങ്ങൾ, അവിടെയും കുറേ റിലേഷൻഷിപ്പ് അവരുണ്ടാക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും പെർമനൻ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് അല്ല. ഫോർ എ മൊമെൻറ്റിന് വേണ്ടി മാത്രം അവരിപ്പോൾ കുറേ റിലേഷൻഷിപ്പ് ഉണ്ടാക്കുന്നതിനെ പറ്റി പറയുന്നുണ്ട്. അങ്ങനെ ഏത് റിലേഷൻഷിപ്പും ഇവർ തമ്മിലുള്ള ഏതൊരു റിലേഷൻഷിപ്പും ഇവർക്ക് പെർമനൻ്റ് ആക്കി കൊണ്ട് നടക്കാൻ ഇവർക്ക് കഴിയില്ല. എല്ലാ ബർത്തും എല്ലാ ഡെത്തും ഒക്കെ അവർക്ക് മിസ് ചെയ്യുന്നുണ്ട്. നാട്ടിലുള്ള എല്ലാ കാര്യങ്ങളും മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നാടുമായിട്ട് പ്രത്യേകിച്ച് അറ്റാച്ച്മെൻ്റ് ഒന്നുമില്ല. അതുപോലെ തന്നെ ആ ഒരു UAE ആ ഒരു ഗൾഫ് കൺട്രീസ് അവരെവിടെയാണോ ജോലി ചെയ്യുന്നത് അവിടെയായിട്ടും പ്രത്യേകിച്ച് അറ്റാച്ച്മെൻ്റ് ഒന്നും അവർക്ക് നേടിയെടുക്കാൻ കഴിയുന്നില്ല. അതിലൂടെ അവർക്ക് എന്ത് സംഭവിക്കുന്നുണ്ട്? അലീനേഷൻ സംഭവിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അലീനേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ നിന്നും ഒരു വേറിട്ട് നിൽക്കുന്ന അവസ്ഥ, അവിടെ നിന്നും അവർക്ക് വേറിട്ട് നിൽക്കുന്ന അവസ്ഥ. ഒരിക്കലും അവർക്ക് അവിടെ മിക്സപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. അവരുടേതായിട്ടുള്ള നാട്ടുകാർ മാത്രമല്ല, അവിടെ എല്ലാ നാട്ടിൽ നിന്നുള്ള ആൾക്കാരുണ്ടായിരിക്കും. അപ്പോൾ അവരിലേക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, മിക്സപ്പ് ചെയ്തിട്ട് ഒന്ന് എന്നുള്ള രീതിയിൽ വെറും ഒരു കൺസെപ്റ്റ് ഉണ്ടായിരിക്കും. പ്രവാസി എന്നുള്ള ഒരു കൺസെപ്റ്റിൽ മാത്രമേ, ആ ഒരു കുടയുടെ കീഴിൽ മാത്രമേ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളൂ, നിൽക്കാൻ കഴിയുന്നുള്ളൂ. അല്ലാത്ത പക്ഷം അവർക്ക് ഒന്ന് എന്നുള്ള രീതിയിൽ നിൽക്കാൻ കഴിയുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു അലീനേഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വരുന്ന മറ്റൊന്നാണ് ഈ അലീനേഷൻ്റെ കൂടെ തന്നെ നമുക്ക് പറയാൻ പറ്റുന്നത് ലോൺലിനെസ്. ഇത്രയും പേരുണ്ടായിട്ടും, ഇത്രയും റിലേറ്റീവ്സ് ഉണ്ടായിട്ടും, ഇത്രയും ഫ്രണ്ട്സ് ഉണ്ടായിട്ടും, എല്ലാം തന്നെ അവരുടെ കോവർക്കേഴ്സ് ഉണ്ടായിട്ടും, എന്നിട്ടും അവർക്ക് എന്ത് ഫീൽ ചെയ്യുന്നുണ്ട്? അവരുടെ ഉള്ളിൽ ഒരു ലോൺലിനെസ് ഫീൽ ചെയ്യുന്നുണ്ട്. ആരും ഇല്ലാത്തൊരവസ്ഥ ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ ഇവരുടെ ഈ ഒരു റിലേഷൻ എന്ന് പറയുന്നതെല്ലാം വെറും ഒരു പെട്ടിക്കുള്ളിൽ ഒതുങ്ങുകയാണ്. അതും പത്തേമാരി എന്നുള്ള സിനിമയിൽ പറയുന്നുണ്ട്. ഇദ്ദേഹത്തിനെ കാത്തിരിക്കുമ്പോൾ ഇദ്ദേഹത്തിനെ അല്ല കാത്തിരിക്കുന്നത്, ഇദ്ദേഹം കൊണ്ടുവരുന്ന പെട്ടിയാണ് കാത്തിരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. പല ഗൾഫുകാർ വരുമ്പോൾ ഗൾഫുകാരുടെ പെട്ടിയിലേക്കാണ് എല്ലാവരുടെയും ശ്രദ്ധ. അവരൊരിക്കലും അവിടെ നല്ല രീതിയിലുള്ള ജീവിതം ആയിരിക്കില്ല നയിക്കുന്നത്. പക്ഷേ എന്നാലും എന്ത് ചെയ്യും, ഒരുപാട് സാധനങ്ങൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വാങ്ങിക്കൂട്ടി കൊണ്ടുവരും. എന്തിനു വേണ്ടിയിട്ട്? ഈ ഒരു പെട്ടിയിലാണ് എല്ലാവരുടെയും ശ്രദ്ധ എന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് പിന്നെ വരുന്ന മറ്റൊന്നാണ് നൊസ്റ്റാൾജിയ എന്നുള്ളത്. നൊസ്റ്റാൾജിയ നമുക്ക് പിന്നെ പറയാൻ കഴിയും. കാരണം നാട്ടിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ആൾക്കാർക്ക് പറയാൻ ഒരുപാട് കഥകളുണ്ടായിരിക്കും. നാട്ടിലുണ്ടായ കാര്യങ്ങളൊക്കെ അവിടെ പോയി പറയാനുണ്ടായിരിക്കും. പറയാൻ മാത്രമല്ല, ചിന്തിക്കാനുണ്ടാവും, മയവിറക്കാനുണ്ടാവും. അതേപോലെ തന്നെ അവർ നാട്ടിലേക്ക് വരുമ്പോൾ അവിടുത്തെ കുറേ കഥകൾ അവർക്ക് പറയാനുണ്ടാവും. ഇതിനെയൊക്കെ കൂടെ ഒരൊറ്റ ഒന്ന് പറയുകയാണ് അറബി കഥ എന്ന് പറയുമ്പോൾ അവർക്ക് പറയാനുള്ള, ഈ പ്രവാസികൾക്ക് പറയാനുള്ള കഥയാണ് അറബി കഥ എന്ന് പറയുന്നത്. അത് നാട്ടിലെ കഥയാണെങ്കിലും ശരി, അവിടുത്തെ കഥയാണെങ്കിലും ശരി, മീൻസ് ഗൾഫിലെ കഥയാണെങ്കിലും ശരി, രണ്ടിനെയും നമുക്ക് എന്ത് പറയാം? അറബി കഥ എന്ന് പറയാം. ഇവിടെ ഈ ഒരു ടെമ്പററി എന്നുള്ളത് ഈ കഥകളിൽ എല്ലാറ്റിലും നിഴലിച്ച് നിൽക്കുന്ന ഒന്നാണ്. അപ്പം നേരത്തെ ഞാൻ പറഞ്ഞു അറബി കഥ എന്ന് പറഞ്ഞു. അതൊരിക്കലും ഇവിടുത്തെ മാത്രം കഥയാവില്ല, അവിടുത്തെ മാത്രം കഥയാവില്ല. ഇപ്പോൾ എല്ലാ കഥയുടെയും ഒരു മിക്സ് രൂപമാണ് ഈ പറയുന്ന അറബി കഥ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ വരുന്ന വേറൊരു കോൺസെപ്റ്റാണ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഇദ്ദേഹം ഇവിടെ ഉപയോഗിച്ച ലാംഗ്വേജും അങ്ങനെയുള്ള ലാംഗ്വേജാണ്. ഒരിക്കലും ഒരു ഒരു നല്ല രീതിയിലുള്ള റൂൾ ഓഫ് ഗ്രാമറോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും അതായത് സൽമാൻ റഷ്ദിയുടെയൊക്കെ ഇവർ ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഒരിക്കലും എന്ത് ചെയ്യില്ല, ഒരു പ്രോപ്പർ വേയിൽ ഇദ്ദേഹം പറഞ്ഞു തീർത്തിട്ടില്ല. കുറേ അവിടെ നിന്നും കുറേ വലിച്ചിട്ടുണ്ട്, കുറേ ഇവിടെ നിന്ന് വലിച്ചിട്ടുണ്ട്. കുറേ ഗ്രാമറൊന്നും കറക്റ്റ് അല്ലാത്ത
ഈ പ്രവാസികൾ ഇംഗ്ലീഷ് സംസാരിക്കുന്ന സമയത്ത് അവർക്ക് ലാംഗ്വേജ് ഈസ് ഓൺലി ഫോർ കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ അവർക്ക് അവരുടെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടി അവർ ഏത് രീതിയിലാണോ കൺവേ ചെയ്യുന്നത്, കാര്യങ്ങൾ കൺവേ ചെയ്യുന്നത്, അതേപോലെ തന്നെയാണ് ഇദ്ദേഹം ഈ ഓരോ സ്റ്റോറീസും കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. അതിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത് അവർ ഒരിക്കലും ആ രീതിയിൽ പോലും അവരെന്തല്ല, പെർമനൻ്റ് അല്ല. ആ ഒരു ഒരുപാട് ലാംഗ്വേജ് തമ്മിൽ ഒരുമിച്ച് പറയുന്ന സമയത്ത് അവർക്ക് അവിടെ എന്ത് കിട്ടുന്നില്ല, അവരുടെ ഒരു ഐഡൻറ്റിറ്റി ക്ലിയർ ചെയ്ത് കിട്ടുന്നില്ല. അവർക്ക് മലയാളം സംസാരിക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് ദെയർ ഐഡൻറ്റിറ്റി. പക്ഷേ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, അവിടെ അത് എക്സ്പോസ് ചെയ്യാൻ പറ്റുന്നില്ല. ദേ വാണ്ട് ടു മിക്സപ്പ്. എന്ത് ചെയ്യണം, അറബി കൂട്ടിച്ചേർക്കണം, അതുപോലെ ഇംഗ്ലീഷ് കൂട്ടിച്ചേർക്കണം, പിന്നെ കൂടെയുള്ള ആൾ പാകിസ്ഥാനി ആണെങ്കിൽ പാകിസ്ഥാനി കൂട്ടിച്ചേർക്കണം, അതുപോലെ ബീഹാറി ആണെങ്കിൽ ബീഹാറി കൂട്ടിച്ചേർക്കണം. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു പുതിയൊരു ലാംഗ്വേജ് ആയിരിക്കും, ഒരു പരോളായിരിക്കും അവർ ഉപയോഗിക്കുന്നുണ്ടായിരിക്കും. ഒരിക്കലും ഒരു റൂൾ, ഒരു ലാങ് എന്ത് ചെയ്യുന്നുണ്ടാവില്ല, അവർ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടാവില്ല. അവരുടേതായിട്ടുള്ള രീതിയിൽ, അവരുടേതായ രീതിയിൽ എന്ന് പറയുമ്പോൾ ഓരോ ഇൻഡിവിജ്വലിനും ഓരോ തരത്തിലായിരിക്കും, ഓരോ ഇൻഡിവിജ്വലും ഓരോ ഒറിജിനിൽ നിന്നായിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ അവർക്ക് അവരുടെ കൂടെയുള്ളവർ വേറെ അവരായിരിക്കും, അവരുടെയൊക്കെ ലാംഗ്വേജ് മിക്സ് ചെയ്തിട്ടായിരിക്കും അവർ സംസാരിക്കുന്നുണ്ടാവുക. അപ്പോൾ ഇവിടെ പറയുന്നത് എല്ലാം ഫുള്ള് സ്കാറ്റേഡ് ആണ്. എവിടെയും ഒരു പെർമനൻസ് ഇല്ല, എവിടെയും ഒരു യൂണിഫോമിറ്റി ഇല്ല, എല്ലാം സ്കേറ്റേഡായി കിടക്കുന്നു. ഓരോരുത്തരും അലീൻഡ് ആണ്. ഒരാളും എന്തല്ല ഇതിൻ്റെ കൂടെ മിക്സപ്പ് ചെയ്ത് നിൽക്കുന്നില്ല. ഓരോ പ്രവാസിയും വേറിട്ട് നിൽക്കുക. നോട്ട് ഓൺലി ഇൻ ദ കേസ് ഓഫ് മലയാളി, ഓൾ ദ പീപ്പിൾ ഗോയിങ് ഫ്രം സൗത്ത് ഏഷ്യ. ആ സൗത്ത് ഏഷ്യയിലുള്ള പോണ ആൾക്കാരെ പറ്റിയിട്ടാണ് ഇദ്ദേഹം കൂടുതലായിട്ട് എഴുതിയിട്ടുള്ളത് തന്നെ. അപ്പോൾ ഇതാണ് അവരുടെ ലൈഫിനെ പറ്റിയൊക്കെ പറയുന്നതാണ് ഈ ഒരു വർക്ക് എന്ന് പറയുന്നത്, ടെമ്പററി പീപ്പിൾ എന്ന് പറയുന്നത്. ഈ ഒരു വർക്കിൽ കാണിക്കുന്ന ഓരോ ക്യാരക്ടേഴ്സും അതുപോലെ ഓരോ നെറേറ്റീവ്സും 28 ഇൻ്റർ കണക്റ്റഡ് സ്റ്റോറീസ് എന്ന് പറഞ്ഞല്ലോ. ഇൻ്റർ കണക്റ്റഡ് ആണെങ്കിലും അത് ഫ്രാഗ്മെൻറ്റഡ് ആണ്, ഒരിക്കലും കൂട്ടിച്ചേർക്കാൻ പറ്റില്ല. പക്ഷേ ലിങ്ക് ഉണ്ടോ വെച്ചാൽ ലിങ്ക് ഉണ്ട് താനും. അങ്ങനെ ഒരു ഫ്രാഗ്മെൻറ്റഡ് സ്റ്റോറീസും ഫ്രാഗ്മെൻറ്റഡ് നെറേറ്റീവ്സും അതുപോലെ അതിൻ്റെ ക്യാരക്ടേഴ്സ്, ആ ക്യാരക്ടേഴ്സിൻ്റെ ബിഹേവിയേഴ്സ്, ആ ബിഹേവിയേഴ്സിൻ്റെ ലാംഗ്വേജ്, ഇങ്ങനെ കാണുന്ന എല്ലാം തന്നെ എന്താണ് ഇതിനെ കാണിക്കുന്നത്, ഒരു ഡിസ്ജോയിൻ്റ് ആയിട്ടുള്ള, ഒരിക്കലും ഒരു യൂണിഫോമിറ്റി ഇല്ലാത്ത, ഒരിക്കലും ജോയിൻ ചെയ്യാൻ കഴിയാത്ത ഒരു അറ്റ്മോസ്ഫിയറാണ് നമുക്ക് തരുന്നത്. യഥാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ഹാർഷ് റിയാലിറ്റി ഓഫ് ദ ലൈഫ് ഓഫ് പ്രവാസി എന്ന് പറയാം. പ്രവാസികളുടെ ലൈഫിൽ ഉണ്ടാകുന്ന ആ ഒരു ഹാർഷ് റിയാലിറ്റി, പോയിഗ്നൻ്റ് നെറേറ്റീവ്സ് ഒക്കെ അല്ല. പോയിഗ്നൻ്റ് നെറേറ്റീവ്സ് എന്ന് പറയുമ്പോൾ അല്ല ഉള്ളിൽ കുത്തുന്നത് എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ആ ഒരു പോയിഗ്നൻ്റ് നെറേറ്റീവ്സ് എന്ന് പറയുന്നത് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ഈ ഗസ്റ്റ് വർക്കേഴ്സിനേക്ക് ദേ ആർ ട്രീറ്റഡ് ആസ് ഡിസ്പോസിബിൾ. ഒരു ഡിസ്പോസിബിൾ ഗ്ലാസ് എങ്ങനെ നമ്മൾ ഉപയോഗിക്കും, ദെൻ എടുത്തിട്ട് എന്ത് ചെയ്യും, നമ്മളുടെ ചവറ്റുകൊട്ടേക്ക് എറിയും. സെയിം കൈൻഡ് ഓഫ് ട്രീറ്റ്മെൻറ്റാണ് ആരോട് ചെയ്യുന്നത്, ഈ ഗസ്റ്റ് വർക്കേഴ്സിനോട് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. അവർ ഒരു കൺസ്ട്രക്ഷൻ വർക്കിനോ ഏതൊരു വർക്കിനാണെങ്കിലും അവരെ അസൈൻ ചെയ്യും. ആ വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ ദേ ആർ ട്രീറ്റഡ് ആസ് എ ഡിസ്പോസിബിൾ, ഒരു ഗാർബേജ് പോലെ എന്ത് ചെയ്യും, ഇവരെ ട്രീറ്റ് ചെയ്യും. ബാക്കി നമ്മൾ ആ ലോഹം എന്നുള്ള സിനിമയിൽ കാണുന്ന ആ ഒരു കൈൻഡ് ഓഫ് റിയാലിറ്റി തന്നെയാണ് പല പ്രവാസികൾക്കും അനുഭവിക്കേണ്ടി വരുന്നത് എന്നാണ് ദീപക് ഉണ്ണികൃഷ്ണൻ ഈ ഒരു വർക്കിലൂടെ പറയുന്നത്. ഐ തിങ്ക് യു ഗോട്ട് ദ പോയിന്റ്. ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. നാളെയാണ് എക്സാം, മീൻസ് മൺഡേ ആണ് എക്സാം എന്ന് പറഞ്ഞു. നാളെയാണ് എക്സാം എന്ന് പറഞ്ഞു, 16/6/2025. അപ്പോൾ ഞാൻ ഇത് അപ്ലോഡ് ചെയ്യുന്നത് 15 അപ്പോൾ അതുകൊണ്ടുള്ള ആ ഒരു റഷ്നെസ് ഒക്കെ ഇതിൽ കാണാൻ കഴിയും. വട്ടെവർ എന്തെങ്കിലും ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ആൻഡ് ഇത് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. താങ്ക് യു.